എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞ നിലപാട് ഇസ്ലാമിന്റെ നിലപാടാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇസ്ലാമിന്റെ ഏതൊരു വിഷയത്തെക്കുറിച്ചും ഇസ്ലാമിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു അപകടത്തെ മാത്രം, അഥവാ അതിന്റെ ഭാവിയിൽ വന്നു ചേരാനുള്ള ഒരു അപകടത്തെയും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇസ്ലാം ഏതൊരു വിഷയത്തിലും നിലപാട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം സ്ത്രീയും പുരുഷനും, അന്യ സ്ത്രീയും പുരുഷനും, അഥവാ വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയും പുരുഷനും ഒരിടത്ത് തനിച്ചാവുക എന്നുള്ളത് ഇസ്ലാം അത് വിലക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ അവർ തെറ്റിലേക്ക് ഏർപ്പെട്ടിട്ടില്ല. പക്ഷേ ആ തെറ്റിലേക്ക് ഏർപ്പെടാനുള്ള വഴിയെ കൂടി ഇസ്ലാം നേരത്തെ തന്നെ അതിലൊരു ജാഗ്രത വേണം എന്നുള്ളത് കൊണ്ടാണ് അത് തെറ്റാണെന്ന് പറയുന്നത്. ഈ മതജന്മികളാണ് ഇസ്ലാമിനെ പിന്നോട്ട് കൊണ്ടുവന്നത് തരത്തിൽ പലതും പറഞ്ഞു. ഞാൻ ചോദ്യത്തിന് ഉത്തരമായി മതജന്മികൾ എന്ന പ്രയോഗം നിങ്ങൾ നടത്തുമ്പോൾ ഞാൻ ചോദിച്ചത് പൊതുസ്ഥലത്ത്, അത് കടപ്പുറമാകാം, ഒരു ഗ്രൗണ്ട് ആകാം, അവിടെ 50 വയസ്സ് കഴിഞ്ഞവരിൽ ഭൂരിപക്ഷം പേര് അല്ലെങ്കിൽ വിവിധ പ്രായത്തിലുള്ളവരായിക്കോട്ടെ, അവരൊരു മാസ് ഡ്രില്ല് നടത്തുന്നു. അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി വ്യായാമം ചെയ്യുന്നു. എനിക്ക് ആ വിഷയത്തിൽ പറഞ്ഞു വരാൻ നിങ്ങൾ അവസരം തരൂ. അങ്ങനെ ചോദിക്കേ ശിവാനന്ദ ഇവിടെ കുത്തിരിക്കാൻ പറഞ്ഞുതരാം. നാട്ടുകാരുടെ പിന്നിൽ നമ്മുടെ തറവാടിന്റെ മാനം തിരിച്ചു പിടിക്കണം. അതിനെന്താ ഒരു വഴി? ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞു വരുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് പറഞ്ഞു വരുന്നതിന് മുമ്പ് നിങ്ങൾ കയറി ഇടക്കേറി ആ ചർച്ച നിങ്ങൾ മുടക്കരുതേ. അന്യ സ്ത്രീയും പുരുഷനും ഇടകലർന്നുകൊണ്ടുള്ള ഏത് തരത്തിലുള്ള വിക്രയങ്ങളാണെങ്കിലും ഇസ്ലാം അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാം അത് തെറ്റാണെന്ന് പറഞ്ഞു. ആ നിലപാട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞത് തൻ്റെ അണികളോടാണെന്ന്. ഇപ്പം ഇവിടെ VP സുഹ്റ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവരുടെ ആദരവോടുകൂടി തന്നെ പറയാണ്. അവരുടെ നിലപാടുകൾ പലതും പറയാറുണ്ട്. എന്നാൽ ഇസ്ലാം അവർ പൂർണ്ണമായി ഞങ്ങളൊക്കെ അനുവർത്തിക്കുന്നത് പോലെ അനുവർത്തിക്കുന്നില്ല എന്നതുകൊണ്ട് ഞങ്ങൾ അവരെ ബഹിഷ്കരിക്കാനോ ആക്ഷേപിക്കാനോ ഞങ്ങൾ നിൽക്കാറുണ്ടോ? ഇല്ല. മുൻകോപിയാ, ചെറിയ മൂലക്കുറിന്റെ അസ്കിതണ്ടേ, അതൊന്നും പ്രശ്നം. ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയേണ്ടത് പണ്ഡിതന്മാരാണ്. അത് പറയുന്നത് ഇസ്ലാം ഫോളോ ചെയ്യുന്ന മുസ്ലിമീങ്ങളോടാണ്. അത് ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളുകയും തിരസ്കരിക്കുന്നവർക്ക് തിരസ്കരിക്കാൻ കഴിയും. കാന്തപുരം ഉസ്താദ് പറഞ്ഞത് തൻ്റെ അണികളോടാണ്. ഇവിടെ VP ഷിനാസ് അടക്കമുള്ള, VP സുഹ്റ അടക്കമുള്ള സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീപക്ഷ സംസാരം നടത്തുന്ന അഭിനവ നവോത്ഥാന നായകൻ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ കാന്തപുരം സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തതോളം എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയും? എന്തെങ്കിലും ഒന്ന് പറയാൻ കാണൂ? എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി? സ്ത്രീകൾക്ക് വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി? ഞാൻ കാന്തപുരത്തിന്റെ ജനുവിനിറ്റിയെ കുറിച്ചല്ല താങ്കളോട് ചോദിച്ചത്. താങ്കളോട് ചോദിച്ചത് പൊതുസ്ഥലത്ത് സ്ത്രീയും പുരുഷനും വ്യായാമം പരിശീലിക്കുന്നതിൽ എന്താണ് തെറ്റ്? അപ്പൊ താങ്കൾ പറഞ്ഞു അന്യ പുരുഷനും സ്ത്രീയും ഒരിടത്ത് ഉണ്ടാകുന്നത് ഇസ്ലാം അനുകൂലിക്കുന്നില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, എന്റെ ഒരു സംശയം ചോദിക്കട്ടെ, ഒരു നിമിഷം. എന്റെ ഒരു സംശയം, ഇപ്പൊ ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നു, അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ഇരിപ്പിടമുണ്ടോ? NCCയിൽ കുട്ടികൾ ഒന്നിച്ച് മാസ് ഡ്രില്ല് നടത്തുന്നു, അവിടെ സ്ത്രീകളും കുട്ടികളും അല്ലെങ്കിൽ ആണും പെണ്ണും ഒന്നിച്ചു നിന്ന് പ്രാക്ടീസ് ചെയ്ത പ്രശ്നമുണ്ടോ? വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. അല്ലെങ്കിൽ വാവിട്ട വാക്കും വയറുവിട്ട വളി രണ്ട് തിരിച്ചെടുക്കാൻ പറ്റും. ഇവിടെ പോലീസിൽ പരേഡ് നടക്കുന്നു, നമ്മുടെ സൈന്യത്തിൽ പരിശീലനം നടക്കുന്നു. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇവിടെയൊക്കെ പുരുഷന്റെ സാന്നിധ്യത്തിൽ ഒരു പൊതുസ്ഥലത്ത് ഒരു സ്ത്രീ വ്യായാമം നടത്തുകയോ അല്ലെങ്കിൽ ഒരു പരേഡ് പ്രാക്ടീസ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി അവർ മതവിരുദ്ധരായി മാറിയോ? വിട്ടോടോ